എന്തോ സസ്പെൻസ് ഇട്ട് കളിക്കുന്നു കേട്ടോ. എന്തോ കാര്യമായിട്ട് പറയാനുള്ളത്. എന്തോ കാര്യം നമ്മൾ ചോദിച്ചിട്ട് പറയുന്നില്ല. വീട്ടിൽ ചെന്നാലേ നീ പറയുള്ളൂ. ആണോ? അത്രയും കാര്യമായിട്ടുള്ള കാര്യമാ. ഇവിടെ ഒരു സന്തോഷം. പുന്നരനെ ഫുൾ കണ്ടു കേട്ടോ. ഇവിടെ താഴെ ഇറങ്ങടാ. ഓ, കുണ്ടൂസിനെ കറി വെച്ചിട്ട് തീരുന്നില്ല കേട്ടോ. കുണ്ടൂസ് പിന്നെയും പിന്നെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുക. സമയം 3 മണിയായി നമുക്കറിയാം. തക്കടി ചോറ് കഴിച്ചടി. ഞാൻ ഇങ്ങനെ തക്കീരിനെ എടുത്തോണ്ട് നടക്കും കേട്ടോ. പാവൻ തക്കരി കൈ ഇങ്ങനെ വായിലൊക്കെ ഇട്ട് ഇല്ലാക്കിരി. അവക്ക് ഞാൻ കൊടുത്തായിരുന്നു കുറച്ച്. ഹലോ ഗൈസ്, ഇതേ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും. ഗൈസ്, നമ്മളിപ്പം വീഡിയോ എടുത്ത് തുടങ്ങുന്നത് നട്ടുച്ച കേട്ടോ. നട്ടുച്ച എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് പുറത്തൊക്കെ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ മാത്രമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ ഭക്ഷണം പരിപാടി ആ ഒരു സമയമാണ്. അപ്പം ഞാനും തക്കടും കൂടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പനി, തക്കടുവിൻ്റെയും പുന്നരയുടെയും ഇവരുടെ എല്ലാവരുടെയും പനിയും സംഭവങ്ങളൊക്കെ മാറി കേട്ടോ. പക്ഷേ നേരത്തേക്ക് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്നാന്ന് അറിയത്തില്ല, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. മേല് മൊത്തം വേദന, തല അനക്കിക്കുന്നത്, തല ഇങ്ങനെ കുരുങ്ങുമ്പം വേദന, കണ്ണിൻ്റെ ഇവിടെ നിന്നൊക്കെ വേദന. കവക്കെട്ടാണോ പിന്നെ ഡെങ്കീൻ്റെ ചില എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല. എന്തെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചു നോക്കണം, പറയാനാവില്ല. വേറെ പിള്ളേരുടെ എല്ലാം കുറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. തക്കട് താണ്ട് എൻ്റെ അടുത്ത് ഒത്തിരുന്നിട്ട് പെറുക്കി കളിക്കുക. മുഖത്ത് മൊത്തം ഇതാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം ഗൈസ്, കുണ്ടൂസ് എന്തൊക്കെയോ തോരനും കറിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ എനിക്ക് കഴിക്കാനാവുന്നില്ല. എനിക്ക് വായിക്ക് കയ്പ്പാണ്. വായിക്ക് നല്ല കയ്പ്പായതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് ഇത് രാവിലത്തെ പട്ടാണി മറ്റേ ദോശയ്ക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. പട്ടാണിക്കറീൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ തേങ്ങാ ചമ്മന്തി. പനിയൊക്കെ വന്നു കഴിയുമ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തേങ്ങാ ചമ്മന്തി കേട്ടോ. അപ്പോൾ നോക്കടും, തക്കടും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തി. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മുടെ പുളി, വാളംപുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത് കൂട്ടിയിട്ടും ഇത് മാത്രം കൂട്ടാ ചോറ് തന്നെ. ഇവന് കൊടുക്കാൻ വേണ്ട ഞാൻ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ തക്കടും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് തക്കടുവിന്. തക്കടുവിന് വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട്. കുണ്ടൂസ് അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒറ്റയ്ക്ക് വാരി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ചമ്മന്തി മാത്രം കൂട്ടാണ് കഴിക്കുന്നത്. വേറെ ഏത് കറി കൂട്ടുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു തോന്നൽ, വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. പനി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനാവില്ല. ഞാൻ പുന്നരനെ കൂട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് പുന്നരനെ കൂട്ടാൻ പോവാം. പുന്നരനെ കൂട്ടാൻ പോയിട്ട് തിരിച്ചു വരാം. ഓ, കുണ്ടൂസിനെ കറി വെച്ചിട്ട് തീരുന്നില്ല കേട്ടോ. കുണ്ടൂസ് പിന്നെയും പിന്നെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുക. സമയം 3 മണിയായി നമുക്കറിയാം. തക്കടി ചോറ് കഴിച്ചടി. കുറച്ച് കഴിച്ചു. ഇനി അടുത്ത ചക്കൂരി മെഴുക്ക് വരട്ടിയോ? വളരെ കാര്യം എനിക്ക് വയ്യ. കറി ഉണ്ടാക്കൽ ഭ്രാന്തിയാ. ഞാൻ അടുത്ത ക്യാരറ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോടി? ഇല്ല, ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയതാ. പിന്നെ രാവിലത്തെ കടലക്കറിയുണ്ട്. ഗ്രീൻ പീസ് കടലല്ലേ. പിന്നെ ചമ്മന്തി ഉണ്ട്. ഞാനിങ്ങനെ തക്കീരിനെ എടുത്തോണ്ട് നടക്കും കേട്ടോ. പാവൻ തക്കരി കൈ ഇങ്ങനെ വായിലൊക്കെ ഇട്ട് ഇല്ലാക്കിരി. അവക്ക് ഞാൻ കൊടുത്തായിരുന്നു കുറച്ച്. തക്കിരിന്റെ ഒരു കാര്യം ഒന്നും പറയണ്ട. ഞാനും തക്കടും കൂടെ കേട്ടോ പുന്നരനെ കൂട്ടാൻ വേണ്ടി പോവാണ്. സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. തക്കട് ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നടത്തിയിരിക്കും. ഓ ടാറ്റാ. അപ്പൊ ഗൈസ്,
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പുന്നരേനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ ആരോ വണ്ടി തുടർന്ന് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാനാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ തന്നെയാണ് ഞാനും പഠിച്ചത് കേട്ടോ. ഒന്നാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച സ്കൂൾ തന്നെയാണിത്. അപ്പോൾ ഇവിടെയാണ് പുന്നരേൻ പഠിക്കുന്നത്. പുന്നരേനെ വിട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ആണ് പുന്നരേന്റെ ക്ലാസ് കേട്ടോ. പുന്നര അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ പുന്നര വന്ന് കേറിയിരിക്കുകയാണ്. എന്തുവാണ് പുന്നര സൂത്രം ഉള്ളത്? വീട്ടിൽ ചെന്നിട്ടുണ്ട്. പറ, സസ്പെൻസ് ഇടാണ്ട്. പുന്നര എന്തോ സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആണോ? പശുമാമയോ? എന്തുവാ കുഴപ്പമില്ല, കാര്യം പറ. നീ അങ്ങനെ പറയല്ലേ, വീട്ടിൽ ചെല്ലാൻ വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ കാര്യം പറ. എന്തുവാ ഇത്ര കാര്യമായിട്ടുള്ള? എന്തോ സസ്പെൻസ് ഇട്ട് കളിക്കുന്നു കേട്ടോ. എന്തോ കാര്യമായിട്ട് പറയാനുള്ളത്. എന്തുവാ കാര്യം എന്നുള്ള ചോദിച്ചിട്ട് പറയുന്നില്ല. വീട്ടിൽ ചെന്നാലേ നീ പറയുള്ളൂ. ആണോ? അത്രയും കാര്യമായിട്ടുള്ള കാര്യമാ? അന്ന് നമുക്ക് വീട്ടിൽ ചെന്ന് നോക്കാം. എന്തോ പുന്നര കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് പോവാ അല്ലേ? പുന്നര ഇവിടെ വന്ന വഴി നേരത്തെ പറഞ്ഞു എന്തോ സൂത്രം കാണിക്കണ്ട. എന്തോ സൂത്രം എന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് താണ്ടേ വീട്ടിൽ കയറി വാടെ പൊട്ടിക്കുന്നുണ്ട്. എന്തുവാന്ന് അറിയത്തില്ലേ. എന്നാ പൊന്നു? ആ കാണിക്കുവയോ? സസ്പെൻസ് ഇടല്ലേ, തുറക്ക്. ആർക്കറിയാ? ചോദിച്ചിട്ട് പറഞ്ഞില്ല, വണ്ടി എന്നൊക്കെ പറഞ്ഞാണ്. വേഗം കാണിക്ക എന്തുവാന്ന്. ഞാൻ ടെൻഷൻ അടുപ്പിക്കല്ലേ. ആ ഓ, തപ്പിയിട്ട് കിട്ടുന്നില്ല. അതിനും മാത്രം സൂത്രമാണോ ദൈവമേ? എന്നതാണോ മറിയാമ കാണിക്കുന്നത്? തപ്പിയിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ അകത്തൊന്നും ഇല്ലോടി, ബുക്കൊന്നും ഇല്ലേ പൊന്നു? കൊണ്ടുപോയ ബുക്കും സാധനം ഒന്നും കാണുന്നില്ലല്ലോ. ആ പിന്നെന്തുവാ? എന്തോ ചീട്ടല്ല, ലെറ്റർ ആണല്ലോ. അതെവിടെ നിന്ന്? ആണോ? പുന്നര എന്തു വഴി? സൂത്രം ഒന്നും ഇല്ലേടി അതിൻ്റെ അത്. ടാഗ് കിട്ടി, അതാ കേട്ടോ. ആ യൂണിഫോമിന്റെ ബെൽറ്റ് കിട്ടി, അതാ പുന്നര സൂത്രം. എടാ പൊന്നു, ആ ചേച്ചീന്റെ, അത് എന്റെ അല്ലേ ഇതാക്കൂടോ. ആ ചേച്ചീന്റെ യൂണിഫോമിന്റെ അങ്ങനെ കെട്ടുന്നു. അതാ ഇത്ര സസ്പെൻസ് കാണിച്ചേ. നമ്മുടെ സ്കൂളിന്റെ പേരൊക്കെ ഉള്ള ടാഗ് ആട്ടോ. എടി അവള് കാണണ്ടേ ഫോണ് പിടിച്ച് കടിക്കുന്നടി. കുത്താട്ടോളെ വായിൽ നിന്ന് പൊട്ടൂടി. ആ ഇത് ആർക്കാ കാണണെന്നാ? ഇത് കിട്ടണം, യൂണിഫോമത്തിനകത്താ ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി ആയിട്ടുണ്ട്. പുന്നര സൂത്രം കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ. കാര്യമായിട്ട് കൊണ്ടുവന്ന് കാണിച്ച സൂത്രം. എന്നാൽ അവർക്ക് ഭയങ്കര സംഭവമാണ്. അല്ലെ ഉണ്ട് സാർ? നമുക്കങ്ങനെ നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടിക്കാൻ ഭയങ്കര സന്തോഷമല്ല. അതുപോലെ തന്നെയല്ലേ പിള്ളേർക്ക്. അടുത്ത പൊട്ടിച്ചേരാൻ പറഞ്ഞു വന്നേക്കുന്നു. എടി പൊന്നു, സ്ലേറ്റും ബോക്സൊക്കെ അവിടെ പോയി. സൂത്രം കൊണ്ടുവന്ന ബാഗിനകത്ത് ഒന്നുമില്ല കേട്ടോ. പുന്ന നിന്റെ സ്ലേറ്റും ബോക്സൊക്കെ അവിടെ പോയി. അത് മൊത്തം എടുത്ത് പോയി കേട്ടോ ഗൈസ്. ഇവരുടെ സ്ലേറ്റും ഇല്ല, ബോക്സും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്റെ പുന്നരെല്ലാം എടുത്തു വെക്കാൻ മറന്നു പോകുന്നത്. എന്നാ ചെയ്യാനാ? അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ഒരു 3-4 ദിവസമായിരുന്നു വീഡിയോ ഇട്ടിട്ട്. ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാത്ത. ലോങ് വീഡിയോ ഒന്നും കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മളൊന്നാ പുതിയൊരു ചാനൽ തുടങ്ങിയൊക്കെ അറിയാലോ, ടെക് ചാനൽ തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം ടെക് ചാനൽ തുടങ്ങിയതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം അതിനകത്ത് ഏകദേശം എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു വീഡിയോകളാണ് എൻ്റെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ കട്ടാക്കലില്ല, കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അന്നേരം 2 ചാനൽ വരുമ്പം വീഡിയോസ് ഇടൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ഇടലുണ്ട്, എന്നാലും ഷോർട്ട് മാത്രമേ ഇടലുള്ളൂ. ലോങ് വീഡിയോ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഇടുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ നിർത്തത്തോളൂ. നാളത്തെ വീഡിയോ കാണുന്നതുവരെ ബൈ.